ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ PT എക്സാം എന്താണ്, അതാരൊക്കെയാണ് ഈ ഒരു എക്സാം എഴുതുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായിട്ട് PT എക്സാമിനെ കുറിച്ചിട്ട് കേൾക്കുന്ന പല ആളുകളും ഉണ്ടായിരിക്കും. PT എന്ന് പറയുന്നത് ഒരു ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. ഇതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് പഠിക്കാനായിട്ട് പോകാനായിട്ടോ അല്ലെങ്കിൽ മൈഗ്രേഷന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾക്ക് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എഴുതണം. പൊതുവെ ആളുകൾക്ക് IELTS കുറിച്ചിട്ട് മാത്രമായിരുന്നു അവെയർ. പക്ഷെ അതേപോലെ ഒരുപാട് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു എക്സാം ആണ് PT എക്സാം. അതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് ഉണ്ട്. സെൽപിപ്പ് ഉണ്ട്, ലാംഗ്വേജ് സെർച്ച് ഉണ്ട്, ഡുവലിംഗോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു എക്സാം ആണ് PT എക്സാം. ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന എക്സാം ആണ് PT എക്സാം. ഇനി PT എക്സാം തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PT എക്സാം ഉണ്ട്. PT അക്കാഡമിക് ഉണ്ട്, PT കോർ ഉണ്ട്, PT അക്കാഡമിക് UKVA ഉണ്ട്, ആൻഡ് PT ഹോം ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ PT അക്കാഡമിക് എന്നുള്ള എക്സാം എന്ത് എക്സാം ആണ്, അത് ആരൊക്കെയാണ് ഈ എക്സാം എഴുതുന്നത്, അതിന്റെ ഫീസ് എത്രയാണ്, അതിന്റെ സെന്റേഴ്സ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. PT അക്കാഡമിക് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഒരു ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണ്. അതൊരു 2.25 മണിക്കൂറിന്റെ എക്സാം ആണ്. മാക്സിമം ടൈം ആണ് 2.25 മണിക്കൂർ. മിനിമം നമ്മൾക്ക് 1.25 മണിക്കൂർ ടു 2.25 മണിക്കൂറിനുള്ളിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എക്സാം എഴുതി 2 to 5 ബിസിനസ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസൾട്ട് വരുമെന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് വേരി. ചില ആളുകൾക്ക് അന്ന് തന്നെ റിസൾട്ട് വരും, ചില ആളുകൾക്ക് 2 ദിവസം എടുക്കും, ചില ആളുകൾക്ക് 5ാമത്തെ ദിവസമായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എക്സാം എഴുതിയിട്ട് എക്സാം കംപ്ലീറ്റ് ആയി എന്നൊരു മെയിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണോ വരുന്നത് അതിനുശേഷം ഒരു 4 മണിക്കൂറിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത്. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ എക്സാം എഴുതി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയിൽ വന്നു. ആ മെയിൽ വന്നതിന് ശേഷം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ എനിക്ക് റിസൾട്ട് വന്നു. അതായത് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുന്നേ റിസൾട്ട് വന്നിരുന്നു. എന്നാൽ ഞാൻ റീസെന്റ് ഞാൻ എക്സാം എഴുതിയിട്ട് 5ാമത്തെ ദിവസമാണ് എനിക്ക് എക്സാം കംപ്ലീറ്റ് ആയി എന്ന മെയിൽ വന്നത്. അപ്പൊ നമുക്ക് മെയിൽ വന്നതിന് ശേഷം ഒരു 4 മണിക്കൂറിനുള്ളിലാണ് നമുക്ക് അതിന്റെ റിസൾട്ട് വരുന്നത്. നമുക്ക് എക്സാം ഫീസ് അത് വേരി ചെയ്യും. ഓരോ കൺട്രി അനുസരിച്ചിട്ട് അതിന്റെ എക്സാം ഫീസ് വേരി ചെയ്യും. നമുക്ക് ഇന്ത്യയിൽ ആണ് ഏറ്റവും കുറവ് എക്സാം ഫീസ് ഉള്ളത്. ഇന്ത്യയിൽ എക്സാം ഫീസ് വരുന്നത് 18,900 ആണ്. നിലവിലെ എക്സാം റേറ്റ് ആണ് ഞാൻ പറയുന്നത്. എല്ലാ വർഷവും എല്ലാ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെയും എക്സാം ഫീസ് കുറച്ച് ഇൻക്രീസ് ചെയ്യും. ഇന്നിപ്പം ജൂലൈ 30th 2026 എക്സാം ഫീസ് ആണ് ഞാൻ പറഞ്ഞത് 18,900 rupees ആണ്. നിങ്ങൾ നമ്മുടെ ജാനമൻ അക്കാഡമി ത്രൂ ആണ് നിങ്ങൾ എക്സാം ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറച്ച് റേറ്റിലായിരിക്കും നമ്മൾ എക്സാം ബുക്ക് ചെയ്ത് തരുന്നത്. നമ്മൾക്ക് എത്ര രൂപയ്ക്കാണോ വൗച്ചർ കിട്ടുന്ന ആ പ്രൈസിനായിരിക്കും നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ 16,500 ആയിരിക്കും, ചിലപ്പോൾ 17,000 ആയിരിക്കും. സോ നമുക്ക് ഏത് റേറ്റിനാണോ വൗച്ചർ കിട്ടുന്ന ആ റേറ്റിന് തന്നെ ആയിരിക്കും നമ്മൾ എക്സാം ബുക്ക് ചെയ്ത് തരണം. ഇപ്പൊ ന്യൂസിലാൻഡിലാണെങ്കിൽ എക്സാം റേറ്റ് എക്സാം ഫീസ് വരുന്നത് $490 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ $490 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. UK $230 ആണ്. സോ ഓരോ കൺട്രീസ് അനുസരിച്ചിട്ട് എക്സാം ഫീസിന് മാറ്റം ഉണ്ടായിരിക്കും. അതായത് ഓൾമോസ്റ്റ് അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 28,000 to 30,000 rupees നമുക്ക് വരും. ആൻഡ് എക്സാമിന് എല്ലായിടത്തും നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ നിലവിൽ നമുക്ക് 4 സെന്റേഴ്സ് ആണ് നിലവിലുള്ളത്. അതായത് നമുക്ക് എറണാകുളത്ത് നമുക്ക് 3 സെന്റേഴ്സ് ഉണ്ട്. എറണാകുളത്തുള്ള 3 സെന്റേഴ്സ്, ഒന്ന് സാന്റാ മോണിക്ക, പിന്നെ മുത്തൂറ്റ് കോളേജിൽ നമുക്ക് 2 സെന്റേഴ്സ് ഉണ്ട്. മുത്തൂറ്റ് 1 ഉണ്ട്, മുത്തൂറ്റ് 2 ഉണ്ട്. പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്ത് സെന്റ് തോമസ് കോളേജിലാണ് സെന്റർ ഉള്ളത്. ആൻഡ് ഈ എക്സാം ഇത് ഇത്രയുമാണ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ. PT എന്ന് പറയുന്നത് ഒരു എളുപ്പത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ഇനി എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. PT അക്കാഡമിക്ക് നമുക്ക് 3 പാർട്ടാണുള്ളത്. പാർട്ട് 1ന്റെ അകത്ത് നമുക്ക് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. പാർട്ട് 2ന്റെ അകത്ത് നമുക്ക് റീഡിംഗ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് പാർട്ട് 3ക്കകത്ത് നമുക്ക് ലിസണിങ് ആയിരിക്കും ഉണ്ടാവുക. ഈ 3 പാർട്ടിൽ നിന്ന് ടോട്ടൽ നമുക്ക് 22 ഡിഫറെന്റ് ടാസ്ക് ആണുള്ളത്. ആൻഡ് 22 ഡിഫറെന്റ് ടാസ്കിൽ നിന്ന് ഓൾമോസ്റ്റ് 65 to 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക.
ഇതിന്റെ അകത്ത് ഈ 22 ഡിഫറെന്റ് ടാസ്കിന്റെ അകത്ത് നമുക്ക് ഹൈ പ്രയോറിറ്റി ടാസ്ക് ഉണ്ട്, ലീസ്റ്റ് പ്രയോറിറ്റി ടാസ്ക് ഉണ്ട്. ഹൈ പ്രയോറിറ്റി ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ടാസ്കുകളുടെ ഒക്കെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതലായിരിക്കും, ഇതിൽ നിന്ന് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് കൂടുതലായിരിക്കും, ആൻഡ് ഇതിനെല്ലാം ഇന്റഗ്രേറ്റഡ് സ്കോറിംഗ് ആയിരിക്കും. ഇന്റഗ്രേറ്റഡ് സ്കോറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് ചെയ്താൽ നമുക്ക് രണ്ടിടത്തേക്ക് മാർക്ക് കയറും. സ്പീക്കിംഗിൽ ഒരു ടാസ്ക് ആണ് റിപ്പീറ്റ് സെന്റൻസ്. റിപ്പീറ്റ് സെന്റൻസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പീക്കിംഗിലേക്ക് മാർക്ക് കയറും, അതേപോലെ തന്നെ ലിസണിംഗിലേക്ക് മാർക്ക് കയറും. സോ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾക്ക് ഇച്ചിരി ഏതെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വേറൊരിടത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. റൈറ്റിംഗിൽ ഒരു ടാസ്ക് ആണ് സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ്. സമ്മറൈസ് റിട്ടൺ ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് റൈറ്റിംഗിലേക്കും മാർക്ക് കയറും, അതേപോലെ റീഡിംഗിലേക്കും മാർക്ക് കയറും. പിന്നെ നമുക്ക് എക്സാമിന്റെ ടൈമിംഗ്, അതായത് ഞാൻ പറഞ്ഞു മൊത്തത്തിൽ നമുക്ക് 2.25 മണിക്കൂറിനുള്ളിലാണ് എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് പാർട്ട് 1 സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ചെയ്യാനായിട്ട് നമുക്കുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 76 minutes to 84 minutes ആണ് ഉള്ളത്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സമയമാണ് 76 minutes to 84 minutes. ആൻഡ് നമുക്ക് പാർട്ട് 1 സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിൽ മൊത്തത്തിൽ 9 ക്വസ്റ്റ്യൻ ടൈപ്സ് ആയിരിക്കും ഉണ്ടാകുക, അതായത് 9 ഡിഫറെന്റ് ടാസ്കുകളായിരിക്കും ഉണ്ടാകുക. അതിൽ സ്പീക്കിംഗിലേക്ക് 7 ഡിഫറെന്റ് ടാസ്ക് ഉണ്ട്, റൈറ്റിംഗിലേക്ക് 2 ടാസ്ക്. ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 9 ഡിഫറെന്റ് ടാസ്ക് എന്ന് പറയുന്നത്. പാർട്ട് 2 റീഡിംഗിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ടൈം വരുന്നത് 22 minute to 30 minute ആണ്. മിനിമം 22 മിനിറ്റ് ആൻഡ് മാക്സിമം 30 മിനിറ്റ് ആണ്. ആൻഡ് അവിടെ 5 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണുള്ളത്. ഈ 5 ക്വസ്റ്റ്യൻ ടൈപ്സിൽ നിന്നും കൂടെ ഓൾമോസ്റ്റ് നമുക്ക് 15 to 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകാം. ടൈം മാനേജ്മെന്റ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തേനേക്കാളും PTയുടെ റീഡിംഗ് ഇപ്പൊ ഭയങ്കര എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പൊതുവെ വരുന്നത് വെച്ചാൽ 15 ക്വസ്റ്റ്യൻസും 23 മിനിറ്റുമാണ് പൊതുവെ കുട്ടികൾക്ക് വരുന്നത്. പക്ഷെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ടൈം മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീഡിംഗ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാണ്ട് പോകും. അപ്പം ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്, ടൈം മാനേജ്മെന്റ് ആണ് അവിടെ ഇമ്പോർട്ടന്റ്. പിന്നെ പാർട്ട് 3 ലിസണിംഗിലേക്ക് വരുമ്പോൾ ലിസണിംഗിൽ നമുക്ക് 31 to 39 മിനിറ്റ്സ് ആണ് ലിസണിംഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള. ആൻഡ് 8 ക്വസ്റ്റ്യൻ ടൈപ്സ് ആണ് ഉള്ളത്. ഇവിടെയും പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആണ് ഹൈ പ്രയോറിറ്റി ടാസ്കുകൾ വരുന്നത്. ആ ടാസ്കുകൾ നമുക്ക് മിസ്സായിപ്പോ. സോ ടൈം മാനേജ്മെന്റ് റീഡിംഗിലും ലിസണിംഗിലും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ PT എക്സാം അല്ലെങ്കിൽ PT അക്കാഡമിക്കിന്റെ എക്സാം എവിടെയൊക്കെയാണ് അത് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്? PT അക്കാഡമിക്ക് നമുക്ക് ഇന്ത്യക്ക് പുറത്ത് എവിടെ പഠിക്കാൻ പോകാനായിട്ടാണെങ്കിലും PT അക്കാഡമിക് എക്സാം അക്സെപ്റ്റഡ് ആണ്. അത് ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ, UK, USA എവിടെയാണെങ്കിലും അത് അക്സെപ്റ്റഡ് ആണ്. അതേപോലെ ഇമിഗ്രേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട്, അതായത് PR-ന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്പൗസ് വിസയ്ക്ക് വേണ്ടിയിട്ടോ എല്ലാം ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് PT എക്സാം. അതേപോലെ തന്നെ EFRA രജിസ്ട്രേഷൻ, നഴ്സസിന്റെ രജിസ്ട്രേഷൻ ആണ് EFRA രജിസ്ട്രേഷൻ. അപ്പൊ പല കുട്ടികളും OET എഴുതി ബുദ്ധിമുട്ടാറുണ്ട്. അതിന്റെ ഒത്തിരി എക്സാം ഫീസ്, റീഡിംഗ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് പറയാറുണ്ട്. സോ EFRA രജിസ്ട്രേഷനും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സാം ആണ് PT എക്സാം. അതായത് US-ന്റെ നഴ്സിംഗ് ബോർഡ് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പല പ്രൊഫഷണൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്രൂവ് ചെയ്തിരിക്കുന്ന എക്സാം ആണ് PT എക്സാം. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് PT എക്സാം. നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെതായ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് PT എക്സാം. അതേപോലെ തന്നെ ഇത് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ടിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കിത് റീവാലുവേഷൻ കൊടുക്കാം. റീവാലുവേഷൻ ഓൾമോസ്റ്റ് എക്സാം ഫീസിന്റെ അത്രയൊക്കെ തന്നെ വരുമെങ്കിലും നമ്മൾക്ക് റീവാലുവേഷൻ ചെയ്തിട്ട് 1 മാർക്കെങ്കിലും കൂടുകയോ 1 മാർക്കെങ്കിലും കുറയുകയോ ചെയ്താൽ കംപ്ലീറ്റ് നമ്മൾ എക്സാം ഫീസും നമ്മൾ റീവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത എമൗണ്ട് ഇല്ലേ, ആ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് അതവര് തിരിച്ച് റീഫണ്ട് ചെയ്യും. അതേപോലെ ഞാൻ പല വീഡിയോസിന്റെ അകത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് പോർട്ടൽ മാത്രം വിശ്വസിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ല. ഒരുപാട് പ്രാക്ടീസ് പോർട്ടലുകൾ ഉപയോഗിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ എപ്പോഴും നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. പഴയ ടിപ്സും ട്രിക്സും ഒക്കെ തന്നെ നിങ്ങൾ ഇപ്പം അപ്ലൈ ചെയ്യാതെ, പഴയ ടിപ്സും ട്രിക്സും ഒന്നും ഇപ്പം വർക്ക് ചെയ്യത്തില്ല. അപ്പം പുതിയതായിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ PTയുടെ എക്സാം എല്ലാ ദിവസവും ഉണ്ട്. ഈവൻ സൺഡേസ് പോലും എക്സാം
ഉണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാ ദിവസവും എക്സാംസ് ഉണ്ട്. ഓരോ സെന്റേഴ്സിലും 4ഉം 5ഉം തവണ ഒരു ദിവസം തന്നെ എക്സാം നടക്കുന്നുണ്ട്. അതായത് 9 മണിക്കുണ്ടാവും, 11:30 ഉണ്ടാവും, 2 മണിക്കുണ്ടാവും, 4 മണിക്കുണ്ടാവും. അങ്ങനെയായിരിക്കും എക്സാംസ് സ്ലോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് നമ്മൾ എക്സാം എഴുതുന്നതിന് മിനിമം ഒരു 24 മണിക്കൂർ മുന്നെങ്കിൽ നമ്മൾ എക്സാം ബുക്ക് ചെയ്തിരുന്നാൽ മതി. ഇത്രയുമാണ് PT അക്കാഡമിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. നിങ്ങൾക്ക് PT അക്കാഡമിക്കിന്റെ ഓൺലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങോ അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ജാനമൻ അക്കാഡമിയുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏതെങ്കിലും ടാസ്കുകളെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും PTയുടെ റിലേറ്റ് ചെയ്തിട്ട് എന്ത് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. പഴയ നമ്മുടെ കംപ്ലീറ്റ് ടാസ്കിന്റെ അല്ലെങ്കിൽ ഓരോ ടാസ്കും എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തതുണ്ട്. സോ നിങ്ങൾ ആ ഒരു ക്ലാസ്സസ് കാണുക. നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ ആ വീഡിയോസ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.